ഹായ് ഹലോ വെൽക്കം ടു ഇൻഫിട്രാവ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് വളരെ ലളിതമായും രുചികരമായും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് പനീർ ബട്ടർ മസാല. ഇത് വെജ് ഇഷ്ടപ്പെടുന്നവർക്കും നോൺ വെജുകാർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ്. നമുക്കെന്നാ വീഡിയോയിലേക്ക് പോയാലോ? വാ. നമ്മുടെ പനീർ കറിക്ക് വേണ്ടിയിട്ട് അടി കട്ടി കൂടിയ ഒരു പാൻ ഞാൻ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇടുന്നുണ്ട്. അത് ഞാൻ യൂസ് ചെയ്യുന്ന ബട്ടർ അൽമറായയുടെ ബട്ടറാണ്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, അത് കറക്റ്റായിട്ടൊന്നും നമുക്ക് കറക്റ്റായിട്ട് സ്ലൈസായിട്ട് അരിയണമെന്നില്ല, നമ്മുടെ പാകത്തിന് അരിഞ്ഞിടുക. അതുപോലെ തന്നെ നീളത്തിലരിഞ്ഞ കുറച്ച് പച്ചമുളകും ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കും നന്നാക്കി വെച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി ഞാൻ ചേർക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് അരിഞ്ഞ് ഇടണമെന്നൊന്നുമില്ല, കാരണം നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണിത്. സവാള ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ വേഗം വഴണ്ട് കിട്ടും. ഞാൻ അതേ സമയം തന്നെ വേറെ ഒരു പാനിലൊരു ചെറിയ കഷ്ണം പട്ട, ഗ്രാമ്പൂ, പെരിഞ്ജീരകം, കുരുമുളക്, ബേ ലീവ്സ് എന്നിവ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വഴറ്റിക്കൊണ്ടിരിക്കുന്ന സവാളയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്ത് വഴറ്റുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഒന്നും കൂടി വഴറ്റിയെടുക്കുക. കൂടെ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. സവാള ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർത്തിരുന്നു, അത് വീഡിയോയിൽ കിട്ടിയില്ല സംഭവം. വഴറ്റി വെച്ച കൂട്ട് ഒന്ന് ആറിക്കഴിയുമ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഈ വഴറ്റി വെച്ച കൂട്ടെല്ലാം കൂടെ ഒരു മിക്സഡ് ജാറിലേക്ക് അടിച്ചെടുക്കാൻ പോകണേ. കൂട്ടത്തിൽ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പും കൂടി ഞാൻ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അതേ പാത്രത്തിൽ തന്നെ വീണ്ടും വെക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ചും കൂടി ബട്ടർ ആഡ് ചെയ്ത് ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമ്മുടെ അരച്ചു വെച്ച ആ കൂട്ടിൽ ആദ്യം നമ്മൾ അരച്ചു വെച്ച ആ കൂട്ടെല്ലാം കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പിൻ്റെ കൂട്ടോട് ചേർത്ത് നന്നായി ഒന്നും കൂടി വഴറ്റിയെടുക്കുക. ഇത് നന്നായി കുറുകി നമ്മുടെ ബട്ടറൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. കൂട്ടത്തിൽ ഉപ്പ് കൂടെ നോക്കിയേക്കാം. ഓക്കെ, ഉപ്പുണ്ട്. നമ്മളിതിൽ ഒഴിച്ച വെള്ളമെല്ലാം ഗ്രേവിയോട് ചേർന്ന് കുറുകി നല്ല പരുവത്തിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നമ്മുടെ പനീർ ഇട്ട് കൊടുക്കുകയാണ്. പനീർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പതുക്കെ ഇട്ട് കൊടുക്കണം, കാരണം ഇത് തെറിച്ച് കഴിഞ്ഞാൽ കുറുകിയ ഗ്രേവി അല്ലേ, അത് കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കൈ പൊള്ളും. അതിനുശേഷം നമ്മൾ നേരെ ഇത് അടച്ചു വെക്കുകയാണേ. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പനീർ ഇട്ട് കഴിഞ്ഞാൽ അടച്ചു വെച്ച് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ, കാരണം ഇത് ചെറുതായിട്ട് പൊട്ടിത്തെറിക്കും, മുകളോട്ട് പൊട്ടിത്തെറിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഗ്രേവി കുറുകിയതായതുകൊണ്ടേ നമ്മുടെ മേത്ത് വീണാൽ അത് ബുദ്ധിമുട്ടാവും. അത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റെഡിയായ കറിയിലേക്ക് നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. അതേപോലെ നമ്മുടെ പനീർ ബട്ടർ മസാലയുടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നത് കസൂരി മേത്തിയാണ്. അത് നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് നന്നായി തിരുമിയിട്ട് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. ഇതെല്ലാം ചേർത്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയ രണ്ട് കഷ്ണം ബട്ടറും കൂടെ ചേർത്ത് ഇതങ്ങ് അടച്ചു വെച്ചേക്കുക. കഴിച്ചു നോക്കിയാലോ? ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, അതേപോലെ പൊറോട്ടയുടെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ, കുബൂസിൻ്റെ കൂടെ എല്ലാം ഈ ഒരു പനീർ ബട്ടർ മസാല പൊക്കോളും. അടിപൊളിയാണ്. അതായത് നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു കറിയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പറാണ്.